അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് സൂറത്തു തൗബയിലെ 104-ാമത്തെ വചനമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം യഅലമൂ അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഖുദു സ്വദഖാതി വഅന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം. അലം യഅലമൂ, അവർ അറിയുന്നില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ, അവൻ തന്നെയാണ്, യഖ്ബലു തൗബ, പശ്ചാത്താപം സ്വീകരിക്കുന്നത്, അൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന്, വയഅഖുദു സ്വദഖാതി, ധർമ്മങ്ങളെ എടുക്കുന്നതും, വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ, അവൻ തന്നെയാകുന്നു, അത്തവ്വാബു, പശ്ചാത്താപം സ്വീകരിക്കുന്നവനും, അർ-റഹീം, കരുണാനിധിയും. ഒന്നുകൂടെ അർത്ഥം പറയാം. അലം യഅലമൂ, അവർ അറിയുന്നില്ലയോ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ, അവനാണ്, യഖ്ബലു തൗബത്ത, തൗബ സ്വീകരിക്കുന്നത്, അൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്നും, വയഅഖുദു സ്വദഖാതി, സ്വദഖകളെ സ്വീകരിക്കുന്നതും, വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ തവ്വാബുർ റഹീം, അവൻ തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സ്വദഖ എന്നുള്ളതിൻ്റെ അർത്ഥം ആശയമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് തൗബ സ്വീകരിക്കുന്നത്. താബ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം മടങ്ങി എന്നാണ്. മടങ്ങ്, അടിസ്ഥാനത്തിലേക്ക് മടങ്ങ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്നതിലേക്കും അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണെന്നുള്ളതിലേക്കും മടങ്ങ്. അഥവാ അള്ളാഹുവിൻ്റെ ധർമ്മ നിയമ ശാസനകൾ സ്വീകരിക്കുന്നതിൽ, അംഗീകരിക്കുന്നതിൽ വന്നിരിക്കുന്ന അലംഭാവത്തിൽ ഖേദിച്ച് അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങ്. അപ്പോൾ അവൻ തൗബ സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. യഖ്ബലു തൗബ, ഖബില യഖ്ബലു, സ്വീകരിക്കുക, തൗബ സ്വീകരിക്കുക. രണ്ടാമത്തെ അർത്ഥം സ്വീകരിക്കുക, യഅഖുദു സ്വദഖാതി, സ്വദഖകൾ സ്വീകരിക്കുക. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇതാലോചിച്ചാൽ തന്നെ മനസ്സിലാകും. തൗബ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന് മാത്രമേ അതിന് അധികാരവും അവകാശമുള്ളൂ. അതായിരിക്കണം അള്ളാഹു യഖ്ബലു തൗബ, പശ്ചാത്താപം സ്വീകരിക്കുന്നത് അള്ളാഹു ആകുന്നു, അള്ളാഹു മാത്രമാകുന്നു എന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വയഅഖുദു സ്വദഖാതി എന്നാണ്. യഅഖുദു സ്വദഖാതി, യഖ്ബലു തൗബ അൻ ഇബാദിഹി, അബ്ദ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണല്ലോ ഇബാദ്, അടിമകൾ. വയഅഖുദു സ്വദഖാതി, സ്വദഖകൾ വാങ്ങുന്നതും അല്ലെങ്കിൽ സ്വീകരിക്കുന്നതും. ഇവിടെ യഅഖുദു, അത് സ്വീകരിക്കൽ തന്നെയാണ് വാക്കിനർത്ഥം. ഖുദ് മിൻ അംവാലിഹിം, താങ്കൾ അവരുടെ മുതലുകളിൽ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ സ്വീകരിക്കുക. ഇത് രണ്ടും സൂക്ഷ്മമായൊരു വ്യത്യാസമുണ്ട് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, പശ്ചാത്താപം സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അവകാശമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അധികാരമാണ്. മറ്റാർക്കും അതിലൊരു പങ്കുമില്ല, മറ്റാർക്കും അതിൽ ഇടപെടാനും കഴിയില്ല. അപ്പോൾ ഒരാളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അദ്ദേഹത്തെ വിശുദ്ധനായി അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരമാണ്, അവകാശമാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ധർമ്മങ്ങൾ സ്വീകരിക്കുന്നവൻ, അത് അള്ളാഹു തന്നെയാണ് അതിൻ്റെ നന്മ സ്വീകരിക്കുന്നതെങ്കിലും ആ ധർമ്മമായി നൽകുന്ന വസ്തു അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ വാങ്ങണത്. ഇത് ഭൂസ്വത്താണെങ്കിൽ അന്നത്തെ കാലത്ത് വാക്കിലൂടെ, കരാറിലൂടെ. സ്വതക്കയാണെങ്കിൽ എന്താണ് സാധനം, അവർ സ്വതക്ക നൽകിയത് അന്ന് പണമായി നൽകും, അധികം സ്വർണ്ണ നാണയം അല്ലെങ്കിൽ വെള്ളി നാണയം. അത് കൈക്കൊണ്ട് വാങ്ങുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടായിരിക്കണം യഅഖുദു സ്വദഖാതി, അവിടെ യഅഖുദു എന്നുള്ള പദം പ്രയോഗിച്ചു. അഖദ എന്നുള്ളതിൻ്റെ വർത്തമാനകാല ക്രിയയാണ് യഅഖുദു, അതിൻ്റെ കൽപ്പനയാണ് ഖുദ്. 103-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് വാങ്ങുന്നതെങ്കിലും അത് അംഗീകരിക്കുന്നതും അത് സ്വീകരിക്കുന്നതിനും
അതിൻ്റെ പ്രതിഫലം നൽകുന്നതൊക്കെ അള്ളാഹു തന്നെയാണ്. ഈ തൗബ ചെയ്യുക അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്, ഇഷ്ടമുള്ളൊരു സംഗീതം. ഉദാഹരണത്തിലൂടെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഒട്ടകം, അദ്ദേഹം മരുഭൂമിയിൽ സഞ്ചരിക്കുകയാണ്. മരുഭൂമിയുടെ ഭയാനകത അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവിടെ ഒറ്റപ്പെട്ടു പോയാൽ പിന്നെ വഴി അറിയില്ല, മണലിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കല്ലും മുള്ളും പാറക്കെട്ടുകളും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതിന് പറ്റിയ വിധത്തിലാണ് അള്ളാഹു ഒട്ടകങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് അയാളുടെ ഒട്ടകം അയാളുടെ അടുക്കൽ നിന്ന് കെട്ടഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയാൽ അയാൾ എത്രത്തോളം സങ്കടപ്പെടും, എത്രത്തോളം ബേജാറാകും. വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. പിന്നെ അയാളൊന്ന് ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ക്ഷീണിച്ച അവശനായി അവിടെ തന്നെ കിടന്ന് വീണ്ടും ഉറങ്ങുക. എണീറ്റ് നോക്കുമ്പോൾ ഒട്ടകം അയാളുടെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ആദ്യം ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ഒട്ടകത്തെ കാണാനില്ല. പിന്നെ ക്ഷീണിച്ച് തളർന്ന അവശനായി പരിസര പ്രദേശങ്ങളിലൊക്കെ കറങ്ങി വീണ്ടും ക്ഷീണിച്ച് ഉറങ്ങി എണീറ്റപ്പോൾ ഒട്ടകം അയാളുടെ അടുക്കൽ. അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാകും, എത്ര ആവേശം ഉണ്ടാകും. അതേമാതിരി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന്, അവൻ്റെ നിയമശാസനകളിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഒരടിമ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നതിന് കാരണമാകുന്ന പ്രവർത്തനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വതക്ക ചെയ്യുക എന്ന് പറയുന്നത്, സ്വതക്ക ചെയ്യുക, ധർമ്മം ചെയ്യുക, നിർബന്ധ ദാനമാണെങ്കിലും ഐച്ഛിക ദാനമാണെങ്കിലും അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണത്. അതൊരു മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധമാണത്, സഹജീവി സ്നേഹമാണത്. അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്നെ തൗബ ചെയ്യുകയും, കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തൗബ ചെയ്താൽ നമ്മൾ പുറത്തു തരും. ഒമൻ താബ അമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. അതേമാതിരി തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പിന്നെ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന് പിന്നീട് പശ്ചാത്താപമുണ്ടായ, സങ്കടമുണ്ടായ, ഖേദമുണ്ടായ, പറ്റിയത് വലിയ അബദ്ധമായി പോയി എന്ന് ഉൾക്കൊണ്ട അവരോട് പറഞ്ഞു, അവർക്ക് അറിയില്ലേ അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബ അൻ ഇബാദി, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുമെന്ന്. അത് നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, കാക്കത്തൗബ എന്നൊരു പ്രയോഗമുണ്ട്. ഒരു മാലിന്യം കൊത്തി തിന്ന കാക്ക ചുണ്ടൊന്ന് കൊമ്പിലരസും. അതിനർത്ഥം നമ്മൾ പറയണതാണ്, അല്ലാതെ അങ്ങനെ യാഥാർത്ഥ്യം അതൊന്നുമല്ല. കാക്കൻ്റെ തൗബയാണ്, ഇനി തിന്നൂല എന്ന്, വേണ്ടിയിട്ടായിരുന്നില്ല എന്ന്, പക്ഷേ അത് പിന്നെയും മാലിന്യം കണ്ടാൽ തിന്നും എന്ന മാതിരി തെറ്റ് ചെയ്തു, ആ തെറ്റിൽ പൂണ്ടുപോയി. പക്ഷേ അതിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെടും, പിന്നെ അതിൽ തന്നെ ചെന്ന് ചാടുക, അങ്ങനെ ഉള്ള തൗബല്ല. ആത്മാർത്ഥമായി ഖേദിക്കുക, ഇനി ചെയ്യുകയില്ലെന്ന് തീരുമാനിക്കുക, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, മാപ്പിനപേക്ഷിക്കുക, ധാരാളം പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ആളുകളുടെ തൗബ അള്ളാഹ് സ്വീകരിക്കും. അതാണ് അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബ, അള്ളാഹു അവൻ്റെ അടിമകളിൽ അൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കും എന്ന കാര്യം അവർക്കറിഞ്ഞൂടെ. അത് അങ്ങനെ ചോദിക്കുമ്പോൾ അതിലൊരു പ്രേരണയുണ്ടല്ലോ, അതിലൊരു പ്രോത്സാഹനം ഉണ്ടല്ലോ. അള്ളാഹുവിന് തൗബ ചെയ്യുന്നവരോട് ഇഷ്ടമാണ്. അതിന് തെറ്റുകൾ സമ്മതിക്കണം ആദ്യം, എന്നിട്ട് അവനോട് പറയണം, പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കണം. വയഖുദു സ്വദഖാത്തി, സ്വദക്ക സ്വീകരിക്കുന്നതും അവൻ തന്നെ എന്ന് പറഞ്ഞാൽ, സ്വദക്ക എന്ന് പറയുന്ന ആ വസ്തു കയ്യിൽ വാങ്ങുന്നത് അദ്ദേഹമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അള്ളാഹു അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാലും അതിന് പ്രതിഫലം രേഖപ്പെടുത്തുന്നത് ആണല്ലോ അള്ളാഹ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. പ്രതിഫലം രേഖപ്പെടുത്തുന്നത് അതിൻ്റെ ഫലമായി നേരത്തെ പറഞ്ഞതുപോലെയുള്ള
സമ്പത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ നന്മയുടെ വളർച്ച. തുതഹിറുഹും വ തുസക്കീഹിം ബിഹ എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വ അന്നല്ലാഹു ഹുവ തവ്വാബ്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാ, ഏറെ സ്വീകരിക്കുന്നവനാ. തവ്വാബ്, തായിബ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തവൻ, മടങ്ങിയവൻ എന്നാണ് വാക്കിനർത്ഥം. ഇസ്ലാമിൻ്റെ ഭാഷയിൽ, ശർഈ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ അതിന് തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിക്കുന്നവൻ. റഹീം, ഏറെ കരുണ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ നമ്മൾ കരുണാനിധി എന്ന് പറയും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അലം യഅലമു, അവർക്കറിഞ്ഞുകൂടെ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബ, അല്ലാഹു തൗബ സ്വീകരിക്കും, അൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്നും, വയഖുദു സ്വദഖാത്തി, സ്വദഖകളെയും അവൻ സ്വീകരിക്കും, വ അന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിൽ ബോധപൂർവം ഖേദിച്ച് തൗബ ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വദഖ ചെയ്യുവാനും അത് സ്വീകരിക്കപ്പെട്ട സൽക്കർമ്മമായി മാറുവാനും നമുക്കൊക്കെ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.